യുദ്ധസ്മാരകത്തിൽ പ്രധാനമന്ത്രി അല്പസമയത്തിനകം പുഷ്പചക്രം സമർപ്പിക്കും. കർത്തവ്യപഥത്തിൽ രാഷ്ട്രപതി ദേശീയ പതാക ഉയർത്തും. പരേഡിൽ 70% വനിതകൾ. ഫ്രഞ്ച് പ്രസിഡന്റ് മുഖ്യാതിഥി. സംസ്ഥാനത്തും വിപുലമായ ആഘോഷങ്ങൾ. തലസ്ഥാനത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പതാക ഉയർത്തി. ചടങ്ങിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാരിനെയും പ്രശംസിച്ച് ഗവർണർ. എറണാകുളത്ത് മന്ത്രി കെ രാജനും കോഴിക്കോട് മന്ത്രി മുഹമ്മദ് റിയാസും കൊല്ലത്ത് മന്ത്രി ഗണേഷ് കുമാറും പതാക ഉയർത്തി. പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഒ രാജഗോപാലിനും ഉഷാ ഉദുപ്പിനും പത്മഭൂഷൺ. ജസ്റ്റിസ് ഫാത്തിമ ബീവിക്കും നടൻ വിജയകാന്തിനും മരണാനന്തര ബഹുമതിയായി പുരസ്കാരം. വെങ്കയ്യ നായിഡുവിനും ചിരഞ്ജീവിക്കും പത്മവിഭൂഷൺ. 6 മലയാളികൾക്ക് പത്മശ്രീ. മഹാരാജാസ് കോളേജ് സംഘർഷത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി. 21 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. നടപടി KSU ഫ്രട്ടേണിറ്റി SFI പ്രവർത്തകർക്കെതിരെ. ആലപ്പുഴയിൽ കളക്ടറേറ്റ് മാർച്ചിനിടെ പോലീസിന്റെ മർദ്ദനമേറ്റ മേഘ രഞ്ജിത്ത് ആശുപത്രി കിടക്കയിൽ. ഡോക്ടർ നിർദ്ദേശിച്ചത് 2 മാസത്തെ പൂർണ്ണ വിശ്രമം. 25 ലക്ഷം വായ്പയെടുത്ത് മേഘ തുടങ്ങിയ സംരംഭം പ്രതിസന്ധിയിൽ. ഇന്ത്യ മുന്നണിയിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ തിരക്കിട്ട നീക്കം. മല്ലികാർജ്ജുൻ ഖാർഗെ മമതയുമായി സംസാരിച്ചു. ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുക്കാൻ വീണ്ടും ക്ഷണം. നിതീഷ് കുമാറിന്റെ NDA പ്രവേശനവുമായി ബന്ധപ്പെട്ട ഡൽഹിയിൽ BJPയുടെ നിർണായക യോഗം. നിതീഷിനെ പിന്തിരിപ്പിക്കാൻ തിരക്കിട്ട ചർച്ചകൾ.